ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കക്കയിറച്ചി റോസ്റ്റ് ആണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്ത് ഇതിനെ ഇളമ്പക്ക ഇറച്ചി റോസ്റ്റ് എന്നും പറയും. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആണ്. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറ് തീരുന്ന വഴി അറിയില്ല. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കക്കയിറച്ചി നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. തോടോട് കൂടിയ കക്കയിറച്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് തോടൊക്കെ കളഞ്ഞിട്ടുള്ള കക്കയിറച്ചിയാണ്. അതിൻ്റെ വേസ്റ്റ് മാത്രമേ ഒന്ന് അമർത്തി കളയേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് തോട് കളയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വെന്തിട്ടുണ്ടാകും. എന്നാലും അതിന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തോടോട് കൂടിയ കക്കിയിറച്ചിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇതുപോലെ രണ്ടാമതും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് തോടൊക്കെ കളഞ്ഞിട്ടുള്ള കക്കിയിറച്ചിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് കറക്റ്റ് വെന്തോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയേ വേണ്ടൂ. അധിക നേരം കുക്ക് ചെയ്യരുത്. കക്കയിറച്ചി എപ്പോഴും അധിക നേരം കുക്ക് ചെയ്താൽ അത് റബ്ബർ പോലെ ഇരിക്കും. അപ്പോൾ ഇത് കക്കയിറച്ചിക്ക് മഞ്ഞളും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലെ വെള്ളമൊന്നും അങ്ങ് വറ്റിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഇതിൽ നിന്നും കക്കയിറച്ചി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയാലും മതി. പക്ഷേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണെങ്കിൽ നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തേങ്ങാക്കൊത്തൊക്കെ കളറൊക്കെ മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഏകദേശം ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തൽ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റെങ്കിലും ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് അങ്ങ് കക്കയിറച്ചിയിൽ പിടിക്കണം. അതുപോലെ തന്നെ ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉച്ചക്കത്തെ ഊണിന് നമുക്കിത് മാത്രം മതി, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കക്കയിറച്ചി റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.